നമസ്കാരം. ബിഗ് ബോസ് വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടതിന് പിന്നാലെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടിയുമായി 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചാണ് അഖിൽ മാരാർ പാർട്ടിയിലേക്ക് വന്നത് എന്നും പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് അവിടെ മത്സരിപ്പിക്കാൻ സാധിക്കാതെ പോയതെന്നും സാബു ജേക്കബ് പറയുന്നു. അഖിൽ ആരോപിക്കുന്നത് പോലെ തൃക്കാക്കരയിൽ മത്സരിക്കാൻ താൽപര്യമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ സാബു ജേക്കബ് തെരഞ്ഞെടുപ്പിൽ ഒരു രൂപ പോലും അഖിൽ സ്വന്തം നിലയിൽ ചെലവഴിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കര സീറ്റ് 2020 നൽകാമെന്ന് NDA നേതൃത്വം ഉറപ്പു നൽകിയിരുന്നതായി സാബു ജേക്കബ് പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടായ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊട്ടാരക്കര സീറ്റ് 2020 ലഭിക്കാതെ പോയി. അതിന് പകരമായാണ് അഖിലിന് തൃക്കാക്കര സീറ്റ് പാർട്ടി നൽകിയത്. തൃക്കാക്കരയിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നുവെങ്കിൽ അഖിലിനത് നിരസിക്കാമായിരുന്നു. 2015 മുതൽ പഞ്ചായത്ത്, നിയമസഭ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പൂർണ്ണ ചെലവുകൾ വഹിച്ചത് പാർട്ടി തന്നെയാണ്. ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ച 19 സ്ഥാനാർത്ഥികളുടെയും മുഴുവൻ ചെലവുകളും പാർട്ടി തന്നെയാണ് വഹിച്ചത്. ഒരു രൂപ പോലും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികൾക്ക് മുടക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര A ക്ലാസ് സീറ്റായി പരിഗണിച്ചാണ് പാർട്ടി പോരാട്ടത്തിനിറങ്ങിയതെന്നും മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനമാണ് NDA മുന്നണിക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് 2020 പാർട്ടി ശക്തിപ്പെടുത്താൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അഖിൽ ആവശ്യപ്പെട്ടിരുന്നതായും സാബു എം ജേക്കബ് വെളിപ്പെടുത്തുന്നു. അഖിലിന്റെ ഈ ആവശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് വേളയിലോ അതിനുശേഷമോ 2020 പാർട്ടിയിൽ നിന്നും യാതൊരുവിധ തിക്താനുഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നത്. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നതിനപ്പുറം അഖിൽ മാരാർ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഒരു ഘടകത്തിന്റെയും ഭാരവാഹിയല്ല. പണവും അധികാരവും സ്ഥാനമാനങ്ങളും ലക്ഷ്യമിട്ട് വരുന്നവർക്ക് പറ്റിയ പ്രസ്ഥാനമല്ല 2020 എന്നും സാബു എം ജേക്കബ് ഓർമ്മിപ്പിച്ചു. നേരത്തെ 2020 പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും മുന്നോട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി അഖിൽ മാരാർ പാർട്ടി വിട്ടിരുന്നു. 2020 എന്നത് സാബു എം ജേക്കബിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും അഖിൽ ആരോപിച്ചിരുന്നു. കൊട്ടാരക്കരയോ തൃപ്പൂണിത്തറയോ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നുവെന്നും ഡൽഹിയിൽ നിന്നും എഴുതി വന്നതാണെന്ന് പറഞ്ഞ് തന്നെ തൃക്കാക്കരയിലേക്ക് അയക്കുകയായിരുന്നുവെന്നും അഖിൽ പറഞ്ഞിരുന്നു. പ്രചരണത്തിന് കേവലം 2 പേർ മാത്രമാണ് ഒപ്പം ഉണ്ടായിരുന്നതെന്നും BJP നൽകിയ പണം പോലും സാബു ജേക്കബ് പ്രചരണത്തിന് ഉപയോഗിച്ചില്ലെന്നും അഖിൽ കുറ്റപ്പെടുത്തി. പ്രചരണ ചെലവിനായി തന്റെ 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിൽക്കേണ്ടി വന്നുവെന്നും രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ സീറ്റ് മാറിയ കാര്യം മറന്നുപോയെന്നാണ് പറഞ്ഞതെന്നും അഖിൽ മാരാർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം വിളിച്ചാൽ സാബു ഫോൺ പോലും എടുക്കാറില്ലെന്നും ഏറ്റുമാനൂരിൽ മത്സരിച്ച ആര്യയ്ക്കും അഞ്ജലിക്കും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വ്യക്തമാക്കിയായിരുന്നു അഖിൽ മാരാരുടെ പടിയിറക്കം. എന്തായാലും അഖിൽ മാരാർ പാർട്ടി വിട്ടതിനെ തുടർന്ന് ഈ വിഷയത്തിൽ വിശദീകരണവുമായി വരികയാണ് 2020 സ്ഥാപകനായ സാബു എം ജേക്കബ്. അഖിൽ മാരാരോട് പണം ചെലവാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയ പണം അത്രയും പാർട്ടി തന്നെ നൽകിയതാണ്. അഖിൽ മാരാർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തിക്താനുഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഘട്ടത്തിൽ അഖിലിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയാണ് അദ്ദേഹം.